ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. അപ്പോൾ അവർക്കിപ്പോൾ 4 സെക്ഷൻസ് ചുമത്തിയിട്ടാണ് വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ വിധി വന്നത്. കോടതിയുടെ വിധിയെ പൂർണ്ണമായിട്ട് ഞങ്ങളിപ്പോൾ അംഗീകരിക്കുകയാണ്. കൂടാതെ ശിക്ഷ നാളെ വരുന്നതാണ്. അപ്പോൾ ശിക്ഷയും പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അമ്മാവനെതിരെ തെളിവ് നശിപ്പിക്കലിന് കുറ്റം ചുമത്തിയിട്ടുണ്ട്. അമ്മേനെ വെറുതെ വിട്ടു ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കോടതി വിധിയെ ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. തൃപ്തരാണ്. തീർച്ചയായിട്ടും. അത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറുമായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ പ്രോസിക്യൂട്ടറുമായിട്ട് തീർച്ചയായിട്ടും. കാരണം ഈ കേസ് ഇത്രത്തോളം എത്തിയത് തന്നെ സാറ് വിനീത് കുമാറാണ് സാറിൻ്റെ പേര്, അഡ്വക്കേറ്റ്. അപ്പോൾ സാറായിരുന്നു ഞങ്ങളുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നായാലും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സപ്പോർട്ടായിരുന്നു വന്നത്. പിന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്നായിരുന്നു തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ശ്രമം നടത്തിയിരുന്നു. അത് അവർക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൂടാതെ അവർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും അത് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേസ്. അപ്പോൾ അത് നടന്നില്ല. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടുള്ള നല്ലൊരു സപ്പോർട്ടായിരുന്നു. അത് എടുത്തു പറയാനാണെങ്കിൽ നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജോൺസൺ സാറ്, റാഷിദ് സാറ്, പിന്നെ സുൽഫീഖർ സാറ്, അതുപോലെ തന്നെ ശില്പ മാഡം തുടക്കത്തിലുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.